IPL ഫൈനൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം രാത്രി 7:30 അഹമ്മദാബാദിൽ. വിരാട് കോഹ്ലിയിൽ പ്രതീക്ഷ അർപ്പിച്ച RCB, ഗുജറാത്തിന്റെ കരുത്ത് ശുഭ്മാൻ ഗിൽ. ADM നവീൻ ബാബുവിന്റെ മരണം CBIക്ക് വിടാൻ തീരുമാനിച്ചു സർക്കാർ. PP ദിവ്യ ഏക പ്രതി, വിജ്ഞാപനം ഉടൻ. തീരുമാനം ഇന്നലെ നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് പിന്നാലെ സന്തോഷമെന്ന് ഭാര്യ മഞ്ജുഷ. നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ഭിത്തിയിൽ തലയിടിപ്പിച്ചു കൊന്ന കൊടും ക്രൂരനെ തെളിവെടുപ്പിനിടെ കൈകാര്യം ചെയ്ത നാട്ടുകാർ. പോലീസ് വലയം ഭേദിച്ചു മർദ്ദിച്ചു. കുറ്റം സംബന്ധിച്ച് കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാം ഭർത്താവ്. കൊന്നത് നിർത്താതെ കരഞ്ഞതിനാലെന്ന് മൊഴി. അമ്മ അഷിതയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. CMRL എക്സാലോജി കേസിൽ ഇഡിക്കും CMRLനും നാളെ കോടതിയിൽ നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് CMRL. ആക്രമണം ചൂണ്ടിക്കാട്ടി നിലപാട് കടുപ്പിക്കാൻ ED. പിണറായിയുടെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ SFI ജില്ലാ പ്രസിഡന്റും പിടിയിൽ. കൂടുതൽ കടുപ്പിച്ച് അൻസിബ ഹസൻ. ടിനി ടോം സാമൂഹിക വിപത്ത്. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ പറ്റുമെന്ന് പ്രതികരണം. അമ്മയിൽ നീതി നടപ്പാക്കുന്നത് കുറ്റാരോപിതർ തന്നെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. പോലീസ് അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ തൃക്കാക്കര ACPക്ക് മൊഴി നൽകി അൻസിബ. മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. നാളെ 9 മറ്റന്നാൾ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കന്യാകുമാരി തീരത്തെത്തിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ബുധനാഴ്ചയോടെ കേരളത്തിലും കാലവർഷമെത്തും. കണ്ണൂരിൽ കാറിന് മുകളിലേക്ക് തെങ്ങ് വീണു. തലസ്ഥാനത്ത് ഓവുചാലുകളിൽ വെള്ളക്കെട്ടുണ്ടായില്ലെന്ന് മേയർ VV രാജേഷ്. മധ്യവേനൽ അവധിക്ക് ശേഷം നാളെ സ്കൂളുകൾ തുറക്കും. കുരുന്നുകളെ വരവേൽക്കാൻ എല്ലായിടത്തും പ്രവേശനോത്സവം. സംസ്ഥാനതല പ്രവേശനോത്സവം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പുത്തൻ പുസ്തകവും കുടയും ബാഗുമായി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി വിദ്യാർത്ഥികൾ. കർണാടകയിൽ DK ശിവകുമാർ ബുധനാഴ്ച മുഖ്യമന്ത്രിയാകും. G പരമേശ്വരയും സിദ്ധരാമയ്യയുടെ വിശ്വസ്തരുമടക്കം 15 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. സിദ്ധരാമയ്യയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തം. സിദ്ധരാമയ്യ കർണാടക രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായി തുടരുമെന്ന് KC വേണുഗോപാൽ. ബംഗാളിൽ തൃണമൂൽ BJP പോര് കടുത്തു. തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിക്ക് പിന്നാലെ കല്യാൺ ബാനർജിയെയും ആക്രമിച്ചു. പോലീസ് നോക്കി നിൽക്കെ തലക്കടിച്ചു വീഴ്ത്തി ആൾക്കൂട്ടം. അഭിഷേകിന് ചികിത്സ നിഷേധിച്ചുവെന്ന് മമതാ ബാനർജി. BJP അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കാണിച്ചു തരാമെന്ന് ആശുപത്രി മേധാവിക്ക് ഭീഷണി. ആക്രമണത്തെ അപലപിച്ച് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. 15 വർഷം ഉള്ളിലൊതുക്കിയ ജനരോഷം പുറത്തു വന്നതെന്ന് BJP. ഇറാനുമായുള്ള സമാധാന കരാറിൽ ഭേദഗതികൾ വരുത്താൻ ട്രംപ് നിർദ്ദേശിച്ചതായി സൂചന. ചില നിബന്ധനകൾ കർശനമാക്കിയതായി റിപ്പോർട്ട്. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാക്കാൻ US തിടുക്കമില്ലെന്ന് ട്രംപ്. നയതന്ത്ര വഞ്ചനയെന്ന് ഇറാൻ.